ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ മട്ടാഞ്ചേരിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോവുകയാണ്. അത് പാർട്ട് 2-ൽ കാണിക്കാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു സൈഡ് സീനാണ് നമ്മളീ കാണുന്നത്. സൈഡ് സീൻ എന്ന് വെച്ചാൽ അവിടെ ബിനാലെ നടക്കുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ അവിടെ നമ്മളെ ഒരു കുറച്ച് പോർഷനിൽ നമ്മുടെ മതിലിൽ ഫുള്ള് ഇതുപോലെ നല്ല നല്ല പെയിൻറ്റിങ്സ് ആയിരുന്നു. പെയിൻറ്റിങ്സിന് കുറേ മീനിങ്സൊക്കെ ഉള്ളതായിരിക്കും. പക്ഷേ നമുക്ക് സമയം കുറവുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ മീനിങ് മനസ്സിലാക്കാനുള്ള സമയമൊന്നും എടുത്തോടെ നിന്നില്ല. നമ്മളിങ്ങനെ കണ്ട് 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 വീഡിയോ കവർ ചെയ്ത് പോവുക എന്നല്ലാതെ കണ്ട് എനിക്കൊന്നും പറ്റിയില്ല. പിന്നെ ലൂമിങ് ബോഡീസ് നമ്മുടെ ലക്ഷ്മി മാധവൻ്റെ ഒരെണ്ണം അത് ഞാൻ കണ്ടു. ഒന്നിനും നമുക്ക് അകത്തോട്ട് കയറി സമയമെടുത്ത് നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഓരോരുത്തരുടെയും ഉണ്ടായിരുന്നു. മാർച്ച് 6 വരെ എങ്ങാനും 6 മാർച്ച് എപ്പോഴോ ഒരു ഡേറ്റ് വരെ ഉണ്ട്. സമയം കിട്ടുവാണെങ്കിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് ചെന്നു. ഫോർട്ട് കൊച്ചിയിലെ ആ ഒരു നമ്മുടെ ജങ്കാറിൻ്റെ ആ ഒരു സ്റ്റേഷനാണ് കാണുന്നത്. നമ്മൾ നടന്ന മട്ടാഞ്ചേരിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നത്. പിന്നെ ഒരു ഡ്രസ്സിൻ്റെത് കണ്ടപ്പോൾ പെട്ടെന്ന് അവിടെ ഒന്ന് സ്റ്റോപ്പായി. എന്നിട്ട് നേരെ പിന്നെ ദാഹിച്ചപ്പോഴേക്കും കരിക്കും വെള്ളം കുടിച്ചാലോ എന്ന് ഓർത്ത് നേരെ കരിക്കും വെള്ളം കുടിക്കാൻ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചീനവല കണ്ടപ്പോൾ അങ്ങോട്ടേക്കൊന്ന് ചെന്നു. പക്ഷേ കുറേ അഴുക്കുകളാണ് അവിടെ എല്ലാം കിടക്കുന്നത്. പിന്നെ ബീച്ചിൽ കുറച്ച് നേരം ഇരിക്കാമെന്ന് കൊണ്ട് ചെന്നപ്പോൾ അവിടെയും നിറയെ അഴുക്കാണ്. നമുക്കൊന്നും ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഒത്തിരി അഴുക്കുകൾ കിടക്കുന്നു. കാണാൻ സംഭവമൊക്കെ കൊള്ളാം, പക്ഷേ കുറച്ച് ക്ലീൻലെസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ അവിടുത്തെ വഴിയോര കാഴ്ചകളെല്ലാം കണ്ട് പതുക്കെ നമ്മൾ പരേഡ് ഗ്രൗണ്ടിലേക്ക് പോവുകയാണേ. അപ്പോഴേക്കും നമ്മൾ പിന്നെ കാണുന്നത് കുറേ സാന്താക്ലോസിൻ്റെ വേഷമിട്ട് കുറേ കൊച്ചു പിള്ളേരും അമ്മച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും കൂടെ നല്ല ഘോഷയാത്രയായിട്ടൊക്കെ പോകുന്നു. പള്ളിയിലെ കൂട്ടായ്മ എന്തോ ആണ് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എല്ലാവരും. എന്തായാലും കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. നമ്മൾ നേരെ പരേഡ് ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ പരേഡ് ഗ്രൗണ്ടിൻ്റെ അടുത്തെത്തി. അവിടെ ഗാലാഡി എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബാണ് പപ്പാഞ്ഞി ഒരുക്കിയിരിക്കുന്നത്. അടിപൊളി പപ്പാഞ്ഞി. എന്തായാലും എനിക്ക് ആ പപ്പാഞ്ഞി ഒത്തിരി ഇഷ്ടമായി. അത്യാവശ്യം തിരക്ക് ആയി വരുന്നതേ ഉള്ളായിരുന്നു അന്നേരേക്കും. പിന്നെ നമ്മുടെ ലൈറ്റും കാണാൻ ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പം റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ലൈറ്റ് കത്തിക്കഴിഞ്ഞു. അത് ഈ പ്രാവശ്യത്തെ ലൈറ്റിൻ്റെ കളറ് ഒരു ലെമൺ യെല്ലോ ആയിരുന്നേ. ഞാൻ ഫസ്റ്റ് ടൈമാണ്. എനിക്കതുകൊണ്ട് അത് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഒരു സൂപ്പർ കളറുമായിരുന്നു. എന്തായാലും ആ മരത്തിൽ അത് ഡെക്കറേറ്റ് ചെയ്തവരെയാണ് ഞാൻ സ്മരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയായിട്ട് അത് ചെയ്യാൻ അവർക്ക് പറ്റിയല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. എൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര ഒരു ആങ്സൈറ്റി. പക്ഷെ എന്തായാലും സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു മരത്തിലുള്ളത്. പിന്നെ അത് ആ കയറുന്നൊരു എൻട്രിയിൽ ഇതുപോലെ നിറയെ ലൈറ്റും കാര്യങ്ങളാണ്. എവിടെ നോക്കിയാലും ലൈറ്റും കാര്യങ്ങളാണ്. എന്തായാലും ആ ഒരു പപ്പാഞ്ഞിക്ക് നമ്മൾ ബൈ ബൈ പറഞ്ഞുകൊണ്ട് നമ്മളവിടെ നിന്ന് നേരെ ഇറങ്ങി. റോഡിൽ കാണുന്ന മതിലയിലും മരത്തയിലും അങ്ങനെ കാണേണ്ട എല്ലായിടത്തും ലൈറ്റാണ്. ഫുള്ള് ലൈറ്റ്, ലൈറ്റോട് ലൈറ്റ് എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ അടുത്തൊരു ഗ്രൗണ്ട് കണ്ടപ്പോൾ അവിടേക്ക് കയറിയപ്പോൾ അവിടെയും മരത്തേലും പിന്നെ ഒരു കുറച്ച് ബട്ടർഫ്ലൈനെയൊക്കെയാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതും അത്യാവശ്യം നമുക്കൊന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യാനൊരു പ്ലേസും കൂടെയാണ്. എന്തായാലും ഞങ്ങൾ അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് അതൊക്കെ എടുത്തിട്ട് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുമായിരുന്നു. കാരണം സമയം ഒരുപാട് വൈകി. നേരെ ബസ് കയറി വീട്ടിലെത്തുക. വീട്ടിൽ നിന്ന് നേരെ ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിലേക്ക്. നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.